116 അവൻ തൻ്റെ ചെവി എങ്കലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ജീവ വചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിലവിളി ഉയർത്തുവാനുള്ള നാളുകൾ എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. കൂടപ്പിറപ്പുകളെ, ചെവിയുള്ള ദൈവങ്ങൾ ഉണ്ട് എന്ന് മനുഷ്യൻ പറയുമെങ്കിലും ചെവി തുറന്നിരിക്കുന്നവനും കേൾക്കുന്നവനും കേട്ടതിന് പ്രതികരിക്കുന്നവനും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് നമ്മുടെ ജീവനുള്ള ദൈവമായ സൈന്യങ്ങളുടെ കർത്താവായ യഹോവ തന്നെ. പ്രാർത്ഥന കേൾക്കുന്ന, നിലവിളി കേൾക്കുന്ന, ഉത്തരമരുളുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നത് ഒരു ഭക്തന് എക്കാലഘട്ടത്തിലും ആശ്വാസം നൽകുന്ന അറിവും അനുഭവവും അനുഗ്രഹവുമാണ്. ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കുന്നു. ദൈവം ഭക്തന്റെ പ്രാർത്ഥന, ഭക്തന്റെ നിലവിളി കേൾക്കുന്നു. സങ്കീർത്തനം 34 സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും വേണ്ടി തുറന്നിരിക്കുന്നു എന്നാണ്. പ്രിയരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ ദൈവം അവരുടെ നിലവിളി കേട്ട്, അവരുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളിയ അനേക സാക്ഷ്യങ്ങൾ പറയാൻ കഴിയുന്നവരാണ് എല്ലാ ദൈവമക്കളും. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്ന, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. വീണ്ടും സങ്കീർത്തനക്കാരൻ 40 സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. പ്രിയരെ, സങ്കീർത്തനക്കാരൻ്റെ ഈ സാക്ഷ്യങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഏറെ പ്രത്യാശ നൽകുന്ന സാക്ഷ്യങ്ങളാണ്. എൻ്റെ പ്രാർത്ഥന കേൾക്കാനും എനിക്ക് ഉത്തരമരുളാനും കഴിയുന്ന ദൈവത്തോട് ഞാനും പ്രാർത്ഥിക്കും, നിശ്ചയമായും അവൻ എനിക്ക് മറുപടി തരും എന്നുള്ളത് ദൈവമക്കളെ ഏറെ തങ്ങളുടെ പ്രതികൂലങ്ങളുടെ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, വെല്ലുവിളികളുടെ, ഭീഷണികളുടെ, അപമാനങ്ങളുടെ, അപവാദങ്ങളുടെ നടുവിൽ പ്രാർത്ഥനയിൽ അവർക്ക് മുന്നേറുവാൻ ധൈര്യമേകുന്ന കാര്യമാണ്. സാഹചര്യങ്ങൾ പ്രശ്നങ്ങളാൽ സങ്കീർണമാകുമ്പോൾ, സഹായങ്ങൾ പലതും നിന്നു പോകുമ്പോൾ, ആരും കൂടെ നിൽക്കുവാനില്ലാതെയാകുമ്പോൾ, പ്രതീക്ഷിക്കാത്തവർ ഉപദ്രവകാരികളാകുമ്പോൾ, ഹൃദയം നേറിപ്പുകഞ്ഞ് നിലവിളി ഉയർത്തുമ്പോൾ അത് കേൾക്കുവാൻ സഹോദരങ്ങളാരുമില്ലെങ്കിലും സ്വർഗീയ പിതാവ് അത് കേൾക്കുകയും സഹായഹസ്തം നീട്ടിത്തരികയും ചെയ്യുന്നവനാണ് എന്ന് തിരിച്ചറിയുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ ദൈവപൈതൽ. പൊട്ടക്കിണറ്റിൽ കിടന്നുള്ള യോസേഫിന്റെ നിലവിളി കേൾക്കാൻ സഹോദരന്മാരോ അപ്പനമ്മമാരോ ആരുമില്ലായിരുന്നുവെങ്കിലും സ്വർഗീയ പിതാവ് തൻ്റെ നിലവിളി കേട്ടു. മൊർദെഖായിയുടെയും തൻ്റെ ജനത്തിൻ്റെയും നിലവിളി സർവശക്തനായ ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളുകയും അവരുടെ ശത്രുവിനെ തകർത്തു കളയുകയും ചെയ്തു. തൻ്റെ മക്കളുടെ നിലവിളി കേൾക്കുവാനായി തുറന്നിരിക്കുന്ന കാതുകൾ സ്വർഗത്തിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത്, പ്രിയരെ, ഇന്ന് പ്രഭാതത്തിലും നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൂതല്ലേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ തന്നോട് നിലവിളിച്ചവരുടെ മുൻപിൽ നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. നിലവിളിക്കുന്നവന്റെ വായെ പൊത്തുവാൻ ആര് അതിന് തുനിഞ്ഞാലും, നിലവിളിക്കുന്നവരെ ഏറ്റവും അധികം ആരൊക്കെ ശാസിച്ചാലും മനസ്സലിയുന്ന സർവജ്ഞാനി, അവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചടുപ്പിക്കുന്നവനും അവരെ ആശ്വാസവും വിടുതലും നൽകി അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നവനുമായ കർത്താവാണ്. അവൻ അന്നും ഇന്നും നിലവിളി ഉയർത്തുന്നവരെ, നിലവിട്ട് വിളിയുയർത്തുന്നവനെ മറികടന്ന് പോകാത്ത കർത്താവാണ്. ഭൂമിയുടെ പരപ്പിൽ ഇന്നും കണ്ണുനീരും നിലവിളികളും ഉയരുന്നുണ്ട്. ഇവിടെ ഇന്ന് നിലവിളിക്കുന്നവന്റെ കണ്ണിലെ കണ്ണീര് ദൈവിക ഇടപെടൽ കൊണ്ട് മാറ്റപ്പെടുന്നുണ്ടെങ്കിലും പ്രിയരെ, അത് താൽക്കാലികമായ വിടുതലാണ്. ഇന്നലെ കണ്ണീർ മാറ്റപ്പെട്ടുവെങ്കിലും ദൈവം നിലവിളി കേട്ട് മറുപടി നൽകിയെങ്കിലും വീണ്ടെടുപ്പ് നടക്കാത്ത ശരീരത്തിൽ വസിച്ചുകൊണ്ട് അരുമനാഥന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന, ഒരുങ്ങുന്ന തൻ്റെ ശിഷ്യഗണങ്ങളുടെ കണ്ണിൽ നിന്ന് മറ്റ് വ്യത്യസ്ത വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വിവിധ
അവസ്ഥകളിലൊക്കെ കണ്ണുനീർ പൊടിയുകയും നിലവിളി ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വരവ് വരെ വിശ്വാസിക്ക് കണ്ണീരും നിലവിളിയും അനുഭവിക്കേണ്ടി വരും. എങ്കിലും അന്ന് വരെയും അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്ന കാതുകൾക്കുടയവനായ സ്വർഗീയ താതൻ മറുപടി കൽപ്പിക്കുകയും തങ്ങൾക്ക് ആവശ്യമായ ആശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശാശ്വതമായി നിലവിളി മാറ്റിത്തരുന്ന ഒരു കാലം ദൈവജനത്തിന് സമീപമായി ഉണ്ട് എന്ന് തിരിച്ചറിയുക. നിലവിളിച്ച് കണ്ണീർ പൊഴിച്ച് നിത്യകാലത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുക്കം പൂർത്തീകരിക്കുന്ന ദൈവമക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം, അവരുടെ കണ്ട നാളത്തിൽ നിന്ന് നിലവിളിയെല്ലാം നീക്കാൻ, അതെന്നേക്കുമായി നീക്കിക്കളയാൻ മരണത്തെ ജയിച്ച ജയവീരനായ കർത്താവ് കാത്തിരിക്കുന്നുണ്ട് എന്നോർത്ത് സന്തോഷിക്കുവാൻ കഴിയുമാറാകണം. ഇന്ന് പ്രഭാതത്തിലും ഇന്ന് പകലിലും അതോർത്ത് സന്തോഷിക്കുവാൻ, അതോർത്ത് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. കൂടപ്പിറപ്പുകളെ, ഇന്ന് നമുക്ക് നിലവിളി ഉയർത്തേണ്ട ഈ അനേക വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. തലമുറകൾ നശിച്ചു പോകാതിരിക്കുവാൻ, കുടുംബ ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കുവാൻ, വിശ്വാസത്യാഗം സംഭവിക്കാതിരിക്കുവാൻ, സുവിശേഷത്താൽ ആത്മാക്കൾ ഉളവാക്കപ്പെടുവാൻ, ദൈവമക്കളുടെ കൂട്ടായ്മകൾ തകർക്കപ്പെടാതിരിക്കുവാൻ, നശിച്ചു പോകുന്ന ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ, കർത്തൃവേലക്കാർ നിലനിർത്തപ്പെടേണ്ടതിന് വേണ്ടി, അവരുടെ ശുശ്രൂഷയിൽ അവർ മുന്നേറേണ്ടതിന് വേണ്ടിയൊക്കെ നാം നിലവിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട കാലമാണിത്. നമ്മുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്ന കാതുകളുള്ളവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുവാനിടയാകും. കൂടപ്പിറപ്പേ, നിങ്ങളുടെ നിലവിളിക്ക് ഇന്ന് പകലിലും മറുപടി നൽകി തരുവാൻ കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. ആകയാൽ നിലവിളി ഉയർത്തുന്നവർക്ക് മറുപടി ഇന്ന് വെളിപ്പെടുവാൻ, നൽകിത്തരുവാൻ സർവശക്തനായ കർത്താവ് ഒരുങ്ങിയിരിക്കുന്നതിനാൽ അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ, അവനിൽ നിന്ന് മറുപടികളെ പ്രാപിക്കുവാൻ, മറുപടികളെ പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുവാനും, അവന്റെ വരവിനോട് ഒരുങ്ങുവാനും നമുക്ക് നമ്മെ തന്നെ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി നമുക്ക് വീണ്ടും കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മക്കളുടെ മേൽ കർത്താവ് കൃപ പകരുമാറാകണമേ. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും വെല്ലുവിളികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഞരക്കങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഇല്ലായ്മകളുടെയും ഒക്കെ നടുവിൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് കഴിഞ്ഞ നാളുകളിൽ മറുപടി നൽകി തന്ന ദൈവമേ, ഈ നാളുകളിൽ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് വീണ്ടും വെളിപ്പെടേണ്ടിയ വിഷയങ്ങളിൽ മറുപടികൾ വെളിപ്പെടുത്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നിലനിർത്തുമാറാകണമേ. ഇന്നത്തെ ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരാൻ പോകുന്നതിനായി സ്തോത്രം. വിശ്വാസത്തോടെ ഞങ്ങളെ മറുപടി സ്വീകരിക്കുന്ന കർത്താവേ, അങ്ങയ്ക്ക് മാത്രം മഹത്വം. തുടർന്ന് ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക്, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.